വിജയം നിങ്ങൾ സമ്മതിച്ചു കേട്ടോ. നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് വന്നിട്ട് തമിഴ്നാടിൻ്റെ യഥാർത്ഥ സ്വഭാവം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ മുഖ്യമന്ത്രിയായല്ലോ. എൻ്റെ മോനെ സമ്മതിച്ച്. നിങ്ങൾ 2 വർഷം കൊണ്ട് ഇത്രത്തോളം ഇൻഫ്ലുവൻസ് നിങ്ങൾ അളന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പ്രസംഗത്തിലൂടെയും അല്ലാതെയുടെയും മനുഷ്യന്മാരുടെ മനസ്സ് കീഴടക്കിയിട്ട് കുറച്ച് വർഷമായിട്ട് തമിഴ്നാടിൻ്റേതായുള്ളൊരു പാരമ്പര്യത്തിൽ നിന്ന് മാറിയിട്ടാണ് അതിൻ്റെ സർക്കാരും അതിൻ്റെ ഗവൺമെൻറ്റൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് വീണ്ടും തമിഴ്നാടിൻ്റേതായുള്ള ആ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സിനിമയിലുള്ള ഒരു നാട് ഭരിക്കുന്ന അവസ്ഥ. പക്ഷേ നിങ്ങളിൽ ആക്ച്വലി ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ആ വലിയ മാറ്റം കൊണ്ടുവരും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിന് സാധിക്കട്ടെ. എന്തായാലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അത് വലിയ സത്യമാണ്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് എന്നിട്ട് നിങ്ങൾക്ക് തമിഴ്നാടിനെ നല്ലപോലെ ഭരിക്കാൻ പറ്റുമെന്ന് ഉറപ്പായും വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാലിനൊക്കെ പൊന്നുപോലെ കൊണ്ടുവരുന്നൊരു മകനൊക്കെ ഉണ്ട്. പതുക്കെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി ആക്കാനായിരുന്നു. പക്ഷെ ഇപ്പോൾ മറ്റൊരാൾ അടിച്ചുകൊണ്ട് പോയി. പക്ഷെ എല്ലാത്തിനും ഉപരി ഇത് കഴിവാണ് കേട്ടോ. വിജയുടെ കഴിവാണ്. ആൾക്കാരെ കൂട്ടാനും ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞെത്തിക്കാനൊക്കെ ഉള്ള കഴിവാണ്. അതിൽ പുള്ളി വിജയിച്ചു.